ഇടുക്കി ഡിസ്ട്രിക്ട് മിനി അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ മൊബൈൽ ഫോണിൽ ചെയ്യുന്നതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങളാണ് വിശദീകരിക്കുന്നത്. നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മൊബൈൽ ഫോണിൽ ഇത്തരത്തിൽ നമുക്ക് എൻട്രിയുടെ പേജ് ഓപ്പണായി കിട്ടും. ഇവിടെ ആദ്യ ഭാഗത്ത് നെയിം ഓഫ് ക്ലബ് എന്നുള്ള ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്താൽ മുൻ വർഷങ്ങളിൽ പങ്കെടുത്ത എല്ലാ സ്കൂളുകളുടെയും പേരുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇതിൽ നിന്നും നിങ്ങളുടെ സ്കൂൾ ഏതാണോ അത് സെലക്ട് ചെയ്ത് നൽകുക. തുടർന്ന് അടുത്ത അത്ലറ്റ് നെയിം എന്ന ഭാഗത്ത് പങ്കെടുക്കുന്ന കായിക താരത്തിൻ്റെ പേരാണ് നൽകേണ്ടത്. തുടർന്ന് ജെൻഡർ എന്നുള്ള ഭാഗത്ത് ജെൻഡർ സെലക്ട് ചെയ്ത് നൽകുന്നു. അടുത്തതായി ഡേറ്റ് ഓഫ് ബർത്ത് എന്ന ഫീൽഡിൽ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നതനുസരിച്ചിട്ട് കാറ്റഗറി ഓട്ടോമാറ്റിക്കായി ലഭ്യമാവുന്നതായിരിക്കും. അടുത്തതായി ഈ കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇനങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. 2 ഇനങ്ങളിലാണ് ഒരു കായിക താരത്തിന് പങ്കെടുക്കാൻ സാധിക്കുക. ഇവിടെ ആദ്യ ഇനങ്ങൾ ചുവപ്പ് നിറത്തിലാണ് നൽകിയിട്ടുള്ളത്. ഈ പങ്കെടുക്കുന്ന ഇനങ്ങളുടെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് പച്ച നിറത്തിലേക്ക് മാറും. പങ്കെടുക്കുന്ന ഇനങ്ങൾ ഏതാണോ അതിനനുസരിച്ച് ആ ഇനത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അത് പച്ച നിറത്തിലേക്ക് മാറുന്നതായിരിക്കും. ആ ഇനത്തിലാണ് ആ കുട്ടി പങ്കെടുക്കുക. 2 ഇനങ്ങളിലാണ് പരമാവധി പങ്കെടുക്കാൻ സാധിക്കുക. 3ാമത്തെ ഇനത്തിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് വരികയും ഇവിടെ ഓക്കെ ബട്ടൺ നൽകുകയും ചെയ്യണം. ഈ ഈവന്റ് മാറ്റേണ്ടതുണ്ടെങ്കിൽ വീണ്ടും ആ പച്ച നിറമുള്ള ഈവന്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ അത് ചുവന്ന നിറത്തിലേക്ക് മാറും. വീണ്ടും നമുക്ക് ആവശ്യമായ ഈവന്റ് സെലക്ട് ചെയ്ത് നൽകാൻ സാധിക്കും. കൂടാതെ ഈ കുട്ടി റിലേ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ റിലേ റിലേ ഈവന്റിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആഡ് ടു ലിസ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ കുട്ടിയെ താഴെ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇവിടെ പങ്കെടുക്കേണ്ട എല്ലാ കുട്ടികളെയും ഇത്തരത്തിൽ എൻട്രി ചെയ്ത് ജെൻഡർ സെലക്ട് ചെയ്യുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നൽകുന്നു. കാറ്റഗറി സെലക്ട് ചെയ്യപ്പെടും. ആ കാറ്റഗറിയിലുള്ള ഈവന്റുകളാണ് താഴെ ലിസ്റ്റ് ചെയ്യപ്പെടുക. സെലക്ട് ചെയ്യുന്നു. ആഡ് ടു ലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓരോ കുട്ടിയും ഇത്തരത്തിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഏതെങ്കിലും കുട്ടിയുടെ ഈവന്റ് എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ബട്ടൺ ഉപയോഗപ്പെടുത്താം. എഡിറ്റ് ബട്ടൺ ഉപയോഗപ്പെടുത്തി കൂടുതൽ ഈവന്റ് ആഡ് ചെയ്തു അപ്ഡേറ്റ് അത്ലറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ കുട്ടിക്ക് പുതിയ ഇനം കൂടി ഉൾപ്പെടുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, റിലേ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ പരമാവധി എണ്ണം 6 നിജപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാറ്റഗറിയിൽ 6 കുട്ടികൾക്ക് മാത്രമാണ് റിലേയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. 6ൽ കൂടുതൽ കുട്ടികളെ ഉൾപ്പെടുത്തിയാൽ അവിടെ ഒരു വാർണിംഗ് മെസ്സേജ് ലഭിക്കും. അത് ഓക്കെ നൽകിയാൽ ബാക്കിയുള്ള ഇവന്റിൽ പങ്കെടുക്കാം. റിലേയിൽ ഉൾപ്പെടാൻ സാധിക്കില്ല. ആയതുകൊണ്ട് തന്നെ ഈ കാര്യം കൃത്യമായി ശ്രദ്ധിക്കണം. തുടർന്ന് എൻട്രി പൂർത്തിയാക്കിയ ശേഷം ഡൗൺലോഡ് PDF ഫോർ വെരിഫിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു PDF ഫയൽ ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്രൗസറിൻ്റെ ഡൗൺലോഡ് എന്നുള്ള ഫോൾഡറിലായിരിക്കും ഇത് ഉണ്ടാവുക. നമുക്ക് ഇത്തരത്തിൽ ആ PDF ഫയൽ പരിശോധിച്ച് ഈവന്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായി ഉറപ്പുവരുത്താൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എൻട്രി ചെയ്ത വിവരങ്ങൾ ഇതിൻ്റെ ഒരു ലോക്കൽ സെർവറിലാണ് നിൽക്കുക. ആയതുകൊണ്ട് തന്നെ എൻട്രി ആരംഭിച്ചാൽ മുഴുവൻ എൻട്രിയും അപ്പോൾ തന്നെ പൂർത്തീകരിക്കേണ്ടതില്ല. പിന്നീട് സമയമെടുത്ത് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എൻട്രി നടത്താൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ഒന്ന് തന്നെ ആയിരിക്കണം. പല ഡിവൈസുകളിൽ എൻട്രി നടത്തിയാൽ
ലോക്കൽ സെർവറിൽ സേവ് ചെയ്യുന്ന ഈ ഡാറ്റ ലഭ്യമാകില്ല. അതുകൊണ്ട് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഫോണിൽ തന്നെ എൻട്രി നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിൽ എൻട്രി പൂർത്തിയായാൽ ഫൈനൽ സബ്മിഷൻ PDF ഫയൽ പരിശോധിച്ചതിന് ശേഷം ഫൈനൽ സബ്മിഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി മാത്രമാണ് സെർവറിലേക്ക് ഡാറ്റ ലഭ്യമാവുക. ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന വാർണിംഗ് മെസ്സേജിൽ PDF ഫയൽ പരിശോധിക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഫൈനൽ സബ്മിഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓക്കെ ബട്ടണിൽ അമർത്തിയതോടുകൂടി PDF ഫയൽ എടുക്കുന്നതിനുള്ള ഓപ്ഷൻ ഉൾപ്പെടെ നഷ്ടമാകും. ആയതുകൊണ്ട് ഇതിനു മുമ്പായി PDF ഫയൽ എടുത്ത് കൃത്യത ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ നൽകാവൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോ കുട്ടിയുടെയും ഡാറ്റ സെർവറിലേക്ക് പോയി പൂർത്തീകരിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു വാർണിംഗ് മെസ്സേജ് ലഭിക്കും. ഇത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വിൻഡോയിൽ നിന്നും ലോഗ് ഔട്ട് ചെയ്യാവൂ. ഇവിടെ ഓക്കെ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എൻട്രി പൂർത്തിയാകുന്നതായിരിക്കും.